ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇംഗ്ലീഷ് പഠനമൊക്കെ എല്ലാവരുടെയും എങ്ങനെ പോകുന്നു? നല്ലതുപോലെ പോകുന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ്. അതേപോലെ എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ സെൻറ്റൻസ് ഇങ്ങനെ ഇരുന്ന് പഠിച്ചത് കൊണ്ടോ ഒന്നും നമ്മൾക്ക് സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആവില്ല. നമ്മളുടെ സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നതൊക്കെ വേറെ, അത് കഴിഞ്ഞിട്ട് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യണം. സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആയാൽ മാത്രമേ നമ്മൾക്ക് കോൺഫിഡൻസോടുകൂടി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്പീക്ക് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾ എത്ര സമയം ചെലവഴിച്ചു എന്നുള്ളതല്ല, സ്പീക്കിംഗ് പ്രാക്ടീസിന് എത്ര സമയം ചെലവഴിച്ചു എന്നുള്ളതിലാണ് കാര്യം കിടക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നിങ്ങളൊന്ന് നോക്കുക. ഞാൻ കണ്ടു എന്ന് നമ്മൾ എങ്ങനെയാ പറയാ? ഐ സോ എന്നല്ലേ പറയാ. ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാനാണെങ്കിൽ ഐ ഹാവ്, വേർബിൻ്റെ തേർഡ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഐ ഹാവ്, കാണുക, സീ. അതിൻ്റെ തേർഡ് ഫോം എന്താ? സീൻ. അപ്പോൾ ഐ ഹാവ് സീൻ. ഞാൻ കണ്ടിട്ടുണ്ട്, ഐ ഹാവ് സീൻ. ഞാൻ കേട്ടിട്ടുണ്ട്, ഐ ഹാവ് ഹേർഡ്. ഞാൻ എഴുതിയിട്ടുണ്ട്, ഐ ഹാവ് റിട്ടൺ. റൈറ്റ്, റോട്ട്, റിട്ടൺ. റൈറ്റിൻ്റെ തേർഡ് ഫോം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ ഹാവ് ടോൾഡ്. ടെൽ, ടോൾഡ്, ടോൾഡ്. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഐ ഹാവ് സീൻ. ഞാൻ കണ്ടിട്ടില്ല, ഇത് നമ്മളെങ്ങനെ പറയും? നെഗറ്റീവാണ്, സെൻറ്റൻസ് നെഗറ്റീവാണ്. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ ഐ ഹാവ് നോട്ട് സീൻ, നോട്ട് ആഡ് ചെയ്താൽ മതി ഹാവിന് ശേഷം. ഓക്കെ, ഞാൻ കണ്ടിട്ടില്ല. ഐ ഹാവ് നോട്ടിന് നമുക്ക് ഷോർട്ടാക്കിയിട്ട് ഐ ഹാവൻറ്റ് എന്ന് പറയാം കേട്ടോ. ഐ ഹാവൻറ്റ് സീൻ. ഇങ്ങനെ തന്നെ പഠിച്ചോട്ടോ. അതായത് ഐ ഹാവൻ സീൻ, അതായത് നമ്മളിപ്പോൾ ഐ ഹാവ് നോട്ട് സീൻ അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ, അതായത് നമ്മൾ സ്പീക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഐ ഹാവ് നോട്ട് സീൻ അങ്ങനെയല്ല നേറ്റീവ് സ്പീക്കേഴ്സ് പറയാം. അവരെപ്പോഴും ഷോർട്ടാക്കിയിട്ടാണ് പറയുക. ഐ ഹാവൻറ്റ് സീൻ, ഐ ഹാവൻ സീൻ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇത് നമ്മളെങ്ങനെ പറയും? ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, ഐ ഹാവൻ സീൻ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇതുവരെ എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് യെറ്റ്. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല, ഐ ഹാവൻ സീൻ. ഐ ഹാവൻ സീൻ. ഇതുവരെ എന്ന് പറയാനായിട്ട് യെറ്റ്. അപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഐ ഹാവൻ സീൻ യെറ്റ്. നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഞാൻ കണ്ടിട്ടുണ്ട്, ഐ ഹാവ് സീൻ. ഞാൻ കണ്ടിട്ടില്ല, ഐ ഹാവൻ സീൻ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഐ ഹാവൻ സീൻ യെറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെൻറ്റൻസിലേക്ക് പോവാം. ഞാൻ കഴിച്ചിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതൊക്കെ എങ്ങനെയാ പറയുക എന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? നീ കഴിച്ചിട്ടുണ്ടോ എന്നായിരിക്കും അല്ലേ. നീ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴല്ലേ ഞാൻ കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ ഉത്തരം പറയാ. അപ്പോൾ നീ കഴിച്ചിട്ടുണ്ടോ എന്നെങ്ങനെയാ ചോദിക്കുക? ഹാവ് യു ഈറ്റൻ. നീ കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു ഈറ്റൻ. നീ ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടോ എന്നെങ്ങനെ നമ്മൾ ചോദിക്കും? ഹാവ് യു ഈറ്റൻ ദിസ് ഫ്രൂട്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇത് നമ്മൾ എങ്ങനെയാ പറയാ? ഹാവ് യു വെച്ചിട്ടല്ലേ ക്വസ്റ്റ്യൻ വരുന്നത്. ഹാവ് യു ഈറ്റൻ, അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട്, ഐ ഹാവ് ഈറ്റൻ. ഹാവിൻ്റെ കൂടെ ഇവിടെ തേർഡ് ഫോം ആണ് വരിക, വേർബിൻ്റെ തേർഡ് ഫോം. ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. ഞാൻ കഴിച്ചിട്ടുണ്ട്, ഐ ഹാവ് ഈറ്റൻ. ഞാൻ കഴിച്ചിട്ടില്ല, ഇതെങ്ങനെ പറയും? ഇതിൻ്റെ നെഗറ്റീവ് ഫോം ഐ ഹാവൻറ്റ് ഈറ്റൻ. ഞാൻ കഴിച്ചിട്ടില്ല, ഐ ഹാവൻറ്റ് ഈറ്റൻ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഇതെങ്ങനെ പറയും? ഞാൻ കഴിച്ചിട്ടില്ല, ഐ ഹാവൻറ്റ് ഈറ്റൻ. ഐ ഹാവൻറ്റ് ഈറ്റൻ. ഇതുവരെ എന്ന് പറയാനായിട്ട് യെറ്റ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഐ ഹാവൻറ്റ് ഈറ്റൻ യെറ്റ്. അപ്പം നമ്മളടുത്ത് ഒരാൾ
നീ ഇത് കഴിച്ചിട്ടുണ്ടോ, നീ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ, നീ അവിടെ പോയിട്ടുണ്ടോ, നീ ഇത് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഈ ഉത്തരങ്ങളൊക്കെ നമ്മൾ ഇന്ന് സിമ്പിളായിട്ട് പഠിച്ചു കേട്ടോ. നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇതിൻ്റെയൊക്കെ ചോദ്യം എന്തായിരിക്കും? നീ കേട്ടിട്ടുണ്ടോ എന്നായിരിക്കും അല്ലേ? അപ്പം അതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? നീ കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ്? ഹാവ് യു ഹേർഡ്? നീ കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ്? ഞാൻ കേട്ടിട്ടില്ല. ഇതെങ്ങനെ പറയും? ഐ haven't. ഞാൻ കേട്ടിട്ടില്ല. I haven't heard. ഞാൻ കേട്ടിട്ടില്ല. I haven't heard. ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെ പറയും? I have heard. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇത് നമ്മളെങ്ങനെ പറയും? ഞാൻ കേട്ടിട്ടില്ല. I haven't heard. ഇതുവരെ എന്ന് പറയാനായിട്ട് yet. I haven't heard yet. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ഞാൻ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ എന്ന് നമുക്ക് നോക്കാം. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ പറയും? ഐ ഹാവ്. വേർബിൻ്റെ തേർഡ് ഫോമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. നീ ചെയ്തിട്ടുണ്ടോ? ഹാവ് യു പ്രാക്ടീസ്ഡ് എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഐ ഹാവ് പ്രാക്ടീസ്ഡ്. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് പ്രാക്ടീസ്ഡ്. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഇത് നമ്മളെങ്ങനെ പറയും? ഐ ഹാവൻറ്റ്. ഐ ഹാവ് നോട്ട് എന്നുള്ളത് ഐ ഹാവൻറ്റ് പ്രാക്ടീസ്ഡ്. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഐ ഹാവൻറ്റ് പ്രാക്ടീസ്ഡ്. ഞാൻ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഇത് നമ്മളെങ്ങനെ പറയും? ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഐ ഹാവൻറ്റ് പ്രാക്ടീസ്ഡ്. ഇതുവരെ എന്നുള്ളതാണ് എക്സ്ട്രാ ആയിട്ട് വന്നേക്കുന്നത് അല്ലേ? അപ്പോൾ ഐ ഹാവൻറ്റ് പ്രാക്ടീസ്ഡ് യെറ്റ്. ഐ ഹാവൻറ്റ് പ്രാക്ടീസ്ഡ് യെറ്റ്. ഇനി അനുഭവം എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ്. അവൻ നല്ല അനുഭവമുള്ള ആളാണ്, അവൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പോൾ എനിക്കത് അനുഭവമില്ല, അപ്പോൾ എനിക്കത് എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? നീ അത് അനുഭവിച്ചിട്ടുണ്ടോ എന്നെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? ഹാവ് യു. ഹാവ് യു എക്സ്പീരിയൻസ്ഡ് ഇറ്റ്? നീ അത് അനുഭവിച്ചിട്ടുണ്ടോ? ഹാവ് യു എക്സ്പീരിയൻസ്ഡ് ഇറ്റ്? അപ്പോൾ അനുഭവം, എക്സ്പീരിയൻസ്. നീ അത് അനുഭവിച്ചിട്ടുണ്ടോ എന്നെങ്ങനെയാണ് ചോദിക്കുക? ഹാവ് യു എക്സ്പീരിയൻസ്ഡ് ഇറ്റ്? ഡു യു എക്സ്പീരിയൻസ് ഇറ്റ് എന്ന് ചോദിക്കില്ല കേട്ടോ. ഹാവ് യു, നീ ഒരു പുതിയ അനുഭവമാണ് അല്ലേ? അപ്പോൾ ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഹാവ് യു എക്സ്പീരിയൻസ്ഡ് ഇറ്റ്? നീ അത് അനുഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്, ഞാനത് അനുഭവിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഇതൊക്കെ എങ്ങനെയാണ് പറയുക എന്നൊന്ന് കോമെൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇതൊന്ന് ഫ്രെയിം ചെയ്ത് കോമെൻറ്റ് ചെയ്യട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ until we see next time, stay safe and happy. So it's me, Hannah, signing off. Take care. Bye bye.